ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. കേവലം 15 ദിവസം മാത്രമാണ് ശുക്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ രാശിയുടെ ഒരു പ്രത്യേകത, ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇടവം സ്വന്തം ക്ഷേത്രമാകുന്നു ശുക്രൻ്റെ. ഇടവവും തുലാം രാശിയുമാണ് ശുക്രൻ്റെ സ്വന്തം രാശികൾ. ഇടവം സ്വക്ഷേത്രമാണ്, തുലാം രാശി മൂലക്ഷേത്രവുമാണ്. പിന്നീട് ഉച്ചക്ഷേത്രം വരുന്നത് മീനം, അപ്രകാരം നീചക്ഷേത്രം വരുന്നത് അതിൻ്റെ 7ാം ഭാവമായ കന്നി. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന, അത് വിവാഹ വിഷയമായ പ്രണയ വിഷയമായാലും അപ്രകാരം തന്നെ ആഭരണങ്ങൾ, വാഹനം, നല്ല ഫർണിച്ചറുകൾ, വീട് വൃത്തിയാക്കൽ, വീടിന് പെയിൻ്റ് അടിക്കൽ, പുതിയ ഭൂമി വാങ്ങി വീട് വെക്കുക, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാണ്. ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ, ഇതൊക്കെ ശുക്രനെ കൊണ്ടാണ് പറയുക. പഴയത് എടുത്ത് പുതുക്കി നന്നാക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. ശുക്രൻ ദേവാചാര്യനെ പോലെ തന്നെ അസുരാചാര്യനാണ്. പക്ഷേ 2 വ്യത്യാസങ്ങൾ. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു, ശുക്രൻ ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ഒരു ജാതകത്തിൽ 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഒറ്റ ഫലം മാത്രമേ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? സുഖി എന്നാണ്. അത് ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യും. 400-ൽ താഴെ ശ്ലോകങ്ങൾ കൊണ്ട് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും വരാഹമിഹിര ആചാര്യൻ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. ഞാനിതാ ശാസ്ത്രമാകുന്ന ഒരു തോണി നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അത് സ്വൽപ്പമാണ്, വൃത്തവിചിത്രമാണ്, ധാരാളം വൃത്തങ്ങളുണ്ട്. അർത്ഥബഹുളം, ധാരാളം അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും സുഖി എന്ന ഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ സുഖത്തോടു കൂടിയിരിക്കും. 4ാം ഭാവം സുഖഭാവമാണ്. അതിനാൽ ഭൗതികമായ സുഖം ശുക്രനും ആത്മീയമായ സുഖം വ്യാഴവും നൽകും. ഏതായാലും നമുക്ക് ശുക്രൻ്റെ ഈ ചാരവശാലുള്ള രാശി മാറ്റം, ഇടവൻ രാശിയിൽ ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഈ ശുക്രൻ്റെ ആശ്രയഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ നല്ല ആശ്രയഫലമാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സുബലമധിതനോ നരേന്ദ്രപൂജ്യ സ്വജന വിഭവ പ്രതിത അഭയ സിതേ സ്വേ. സ്വേ, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന സിതൻ ശുക്രൻ എന്ത് പ്രദാനം ചെയ്യുന്നു? സുബലം, സുമതി, സുധനം. നല്ല ബുദ്ധി, നല്ല ബലം, നല്ല ധനത്തെ പ്രദാനം ചെയ്യുന്നു. നരേന്ദ്രപൂജ്യ, രാജാവ് ബഹുമാനിക്കും, അധികാരിയുടെ പ്രിയത്തിന് പാത്രമാകും. സ്വജന വിഭുഹു, സ്വന്തം ആളുകളുടെ ഇടയിൽ തനിക്ക് മേധാവിത്വം വരും. അത്ര നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുക്രൻ മേടമാസം 30-ാം തീയതി, അതായത് മെയ് 14-ാം തീയതിയാണ് മിഥുനത്തിലേക്ക് ചാരവശാൽ പകർന്നു പോകുന്നത്. അതുവരെ ഈ ശുക്രൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് 11-ാം ഭാവമാണ്, അവരുടെ ലാഭാധിപനാണ്. മറ്റൊന്ന് ശുക്രൻ അവരുടെ 4ാം ഭാവാധിപനാണ്, അവരുടെ വീട്, വാഹനം, ആഡംബരം, സുഖഭോഗങ്ങൾ, സുഹൃത്ത് സർക്കിൾ, സൗഹൃദങ്ങൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് ഏറ്റവും നല്ല ഭാവത്തിലാണ്, 11-ാം ഭാവത്തിലാണ്. അതിനാൽ വീട്, ഭൂമി, ആഡംബരം, പൂർവികമായ സ്വത്ത് ലഭിക്കുക, അല്ലെങ്കിൽ ഭൂമി വാങ്ങുക, വാഹന ലാഭം ഉണ്ടാവുക, പുതിയ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാവുക, സൗഹൃദത്തിലൂടെ വിദേശത്തേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവുക, അതിനുവേണ്ട എല്ലാ ചട്ടക്കൂടുകളും തയ്യാറെടുപ്പുകളും നടത്താൻ കർക്കിടക രാശിക്കാർക്ക് പ്രാപ്തമാകുന്ന, അല്ലെങ്കിൽ പ്രാപ്യമാകുന്ന ദിനങ്ങളാണ് മെയ് 14 വരെ, മെയ് 17-ാം തീയതി വരെ സംഭവിക്കാൻ പോകുന്നത്. നന്നായി ഭക്തിപൂർവ്വം ധർമ്മദൈവ പ്രീതി ചെയ്യണം. ധർമ്മദൈവങ്ങൾക്ക് വിളക്ക്, എണ്ണ, പായസം ഒക്കെ അവിടെ സമർപ്പിക്കുക. ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങണം. ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പൂ തറവാടുകൾ.
ധർമ്മദൈവങ്ങൾ പ്രസവിച്ച തറവാട് വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കും. ഭൃഗുർ ലാഭതോ യസ്യ ലഗ്നാൽ സ്വരൂപം മഹീപഞ്ച കുര്യാച്ച സമ്യം. നല്ല രൂപത്തെയും മഹീപം രാജതുല്യമായ അവസ്ഥയെയും പ്രാപിക്കും. ലസൽ കീർത്തി സത്യാനുരാഗം ഗുണാഢ്യം. താൻ ഗുണങ്ങളാൽ തൻ്റെ നല്ല ക്വാളിറ്റികളാൽ തനിക്ക് ആഢ്യനാകാം, ധനം ലഭിക്കാം. ലസൽ കീർത്തി സത്യാനുരാഗം. കീർത്തി പരത്തും, സത്യവുമായി ബന്ധപ്പെടുന്ന നല്ല കർമ്മങ്ങൾ ചെയ്യും, ധാർമ്മികത പുലർത്തും. മഹായോഗം ഐശ്വര്യ തേജോധികഞ്ച. നല്ല ഐശ്വര്യവും തേജസ്സും ഉണ്ടാകും. ഈ സമയത്ത് ഏറ്റവും അധികം ഈ ഡയറി ഫാമുമായി ബന്ധപ്പെടുന്നവർക്ക് വളരെ നല്ലതാണ്. അവർക്ക് പശു പരിപാലനവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ കഴുതയെ വളർത്തുക, ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ലോൺ ധാരാളം കിട്ടാൻ ഏറ്റവും നല്ല സമയമാണ്. അതേ രീതിയിൽ സെക്കൻഡറി കാറുമായി ബന്ധപ്പെടുന്ന വ്യാപാരികൾക്ക് വളരെ നല്ലതാണ്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സിന് വളരെ നല്ലതാണ്. ധാരാളം രീതിയിലുള്ള സുഭവങ്ങൾ അനുഭവിക്കാൻ ഈ ശുക്രൻ അവർക്ക് അവസരം നൽകുന്നതാണ്. പ്രാർത്ഥിക്കുക. നമസ്തേ.